ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് കോടതിയിലെ കേസെല്ലാം കഴിഞ്ഞിട്ട് കമലാമ്മയും ശ്രീജയും വീട്ടിലെത്തുന്നുണ്ട്. കമലാമ്മ വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കമലാമ്മയും ശ്രീജയും നന്ദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ വേദ വീട്ടിനകത്തേക്ക് വരുന്നത്. അപ്പോൾ നന്ദിനി വേദ അകത്തേക്ക് കയറുന്നത് കണ്ടപ്പോൾ അവളെ തടഞ്ഞു നിർത്തിയിട്ട് പുറത്തേക്ക് തള്ളിവിടുകയാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, നീ ഇങ്ങോട്ട് വരണ്ട, നീ എവിടേക്ക് ഇങ്ങനെ പോയിക്കോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ പറയാണ്, അത് പറയാനുള്ള അവകാശം നന്ദിനിയുടെ അടുത്തേക്ക് എന്താ ഉള്ളത്? നന്ദിനിയുടെ അടുത്തല്ല അത് പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നന്ദിനി പറയാണ്, പിന്നെ ആരാ പറയേണ്ടത്? നീ എന്ത് പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്? വിക്രമിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് വിക്രം താലി കെട്ടിയതിൻ്റെ പേരിലല്ലേ നീ ഇങ്ങോട്ട് വന്നത്? വിക്രം പക്ഷേ ഈ വീട്ടിലില്ല, വിക്രം നീ ഇവിടെ വരാനും പോകുന്നില്ല. ആ വിക്രമിനെ ഇല്ലേ നീ സാക്ഷി പറഞ്ഞിട്ട് ജയിലിലേക്ക് വീണ്ടും അയച്ചത്? പിന്നെ എന്ത് പേര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? നിനക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരുവിധ കാര്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയണം, എന്ത് കാര്യമില്ലാന്ന് നിങ്ങൾ പറയുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടതും പറഞ്ഞതുമെല്ലാം തന്നെ വിക്രം എന്ന ഗുണ്ടയെക്കുറിച്ചാണ്. വിക്രം ചെയ്ത കാര്യം, അതായത് വിക്രം വരുണെ തല്ലുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഭർത്താവിനെ ഞാൻ ആർക്കും മുന്നിൽ തള്ളി പറഞ്ഞിട്ടില്ല, വിട്ടുകൊടുത്തിട്ടുമില്ല. ആ ഒരു സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിൽക്കാതിരിക്കാണ്ട് യാതൊരുവിധ കാര്യവുമില്ല. മാത്രവുമല്ല, വിക്രം ജയിലിലാണെങ്കിലും വിക്രം തിരിച്ചു വരുന്നത് വരെ വിക്രമിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്കറിയാം. വിക്രം തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും വിക്രമിൻ്റെ ഭാര്യയായിട്ടെന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ കമലാമാകെ ഷോക്കാവാണ്, ഇവളെന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നന്ദിനിയും ശ്രീജിയും എല്ലാവരും തന്നെ വളരെ ഷോക്കായിട്ട് ഇങ്ങനെ വേദയും നോക്കി നിൽക്കുന്നതോടെയാണ് പ്രോമോ കാണിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി വരുന്ന എപ്പിസോഡ് എങ്ങനെയായിരിക്കുമെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.